നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉച്ചക്കലേക്ക് ഊണ് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി എളുപ്പക്കൂട്ടാൻ എന്ന് പറയൂ കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മതി. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ഇഷ്ടമുള്ള സാധനമാണ് എനിക്കൊക്കെ. എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം നമ്മൾ ചീര നുള്ളിയപ്പോഴേ നമ്മുടെ പറമ്പിൽ കുറച്ച് ചീര ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നുള്ളി കൊണ്ടുവന്നിട്ട് വലിയൊരു കടയുണ്ടായിരുന്നു, കുറേ കിട്ടി. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇന്നലെ ഉപ്പേരി വെച്ചു, മെഴുക്ക് പുരട്ടി. കുറേ ഉണ്ടായിരുന്നു, തണ്ട് കുറേ ബാക്കിയായി. അപ്പോൾ ഈ തണ്ട് കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ജയശ്രീയും പറഞ്ഞു, ടീച്ചർ കളയണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ അതുകൊണ്ട് ഒരു കറി വയ്ക്കാം നമുക്കെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കണ കറിയാണ് കേട്ടോ. ചീരയുടെ സാധനം തന്നെയാണല്ലോ, അത്രയും ബെസ്റ്റ് സാധനമാണ്. ഇന്ന് അതാട്ടോ നമ്മൾ വയ്ക്കണത്. നോക്കൂ കേട്ടോ, ചീരത്തണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ചീരത്തണ്ട്. ഇന്നലെ പൊട്ടിച്ച ചീരയുടെ വലിയ തണ്ടുകൾ ഞാൻ മാറ്റി വച്ചിരുന്നതാണ്. ഇത് കളയണ്ടെന്ന് വെച്ചു, അധികം മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിത് കറി വയ്ക്കാനായിട്ട് ആദ്യം വേണ്ടത് പരിപ്പാണ്. 2 വാളം പരിപ്പ്, അതായത് ഒരു അര ഗ്ലാസ് പരിപ്പുണ്ടായിരിക്കും. ഇത് നമ്മളിത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകി കൊണ്ടുവന്നു ഞാൻ. നമുക്കത് കുക്കറിലിട്ടിട്ട് പെട്ടെന്നൊരു കൂട്ടാൻ വയ്ക്കാനാണ് കേട്ടോ. അധികം ചിലവൊന്നും ഇല്ലാത്തൊരു കൂട്ടാൻ. ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു. അര ഗ്ലാസ് പരിപ്പുണ്ടായിരിക്കും, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു. അടച്ച് ഒരു 2 വിസിൽ വരുത്താം. ഇനി നമുക്ക് ചീരത്തണ്ടിൻ്റെ തൊലി, അതായത് നാര്, പുറത്തുള്ള തൊലി ഉണ്ടല്ലോ, ഒന്ന് പതുക്കെ ചീന്തി കളഞ്ഞിട്ട് നുറുക്കാട്ടോ. ഇത് ഇത്തിരി വണ്ണം കൂടുതലായ കാരണം കൊണ്ട് ഞാൻ അതൊന്ന് പൊളിച്ചിടുകയാണ്. ചെറിയ നാരുകളുണ്ട്, കുഴപ്പമില്ല. നാരുണ്ടാവണം, നല്ലത് തന്നെയാണ്. പറയില്ലേ, ഫൈബർ നല്ലതാണെന്നല്ലേ പറയാം. വയറിന് ഏറ്റവും ബെസ്റ്റാണ് ഫൈബറുള്ള സാധനങ്ങൾ കഴിക്കണമെന്ന് പറയില്ലേ. അപ്പം നമുക്കിത് ചെറുതാക്കി ഇങ്ങനെ നുറുക്കിയിടാം കേട്ടോ. ചീരത്തണ്ട് മുഴുവൻ നുറുക്കി വെച്ചു. പരിപ്പ് വെന്തു കേട്ടോ. നോക്കൂ, 2 വിസിൽ വന്നു. അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ട് പരിപ്പ്. ഇനി നമുക്ക് ഈ നുറുക്കി വെച്ചിരിക്കുന്ന ചീരത്തണ്ട് അതിലേക്കിടാം. ഇതായിട്ടു കുറച്ചുള്ളെങ്കിലും ഒരു ചെറിയ കൂട്ടാൻ വയ്ക്കാൻ ഇത് മതി. ഒരു ചെറിയ കുടുംബത്തിലേക്ക് ഇത് അത്രയ്ക്ക് മതി കേട്ടോ. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇടാം. അത്ര മതി. എരിവൊക്കെ നല്ല എരിവുള്ള മുളകാട്ടോ ഇത്. ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഉണ്ടോ, ഇതൊന്ന് വേവണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുക്കർ ഒന്ന് അടച്ച് വേവിക്കാൻ നല്ലത്, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. പെട്ടെന്ന് ആവാനായിട്ട് ഒരു 2 വിസിൽ വരുത്താം. ഇത് വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രഷർ പോകുമ്പോഴേക്കും നമുക്ക് ഇത്തിരി പുളി വെള്ളത്തിലിടാം. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. അത് കുതിർന്ന് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പ്രഷറൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇതാ ബെസ്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി നോക്കാം. ഒരു കഷ്ണം വെന്തിട്ടില്ലേന്ന് നോക്കാം കേട്ടോ. വെന്തുണ്ട്. നമുക്കതിലേക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, കുതിർത്താൻ വെച്ചത്, അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് പുളിയായി. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. പുളി ഒഴിച്ച് കഴിഞ്ഞാൽ ബെസ്റ്റായിട്ട് തിളയ്ക്കണം, വേവണം എന്നാ പറയുക. പുളി ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ പാകമാണ്. നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചു കേട്ടോ. നമുക്കിനി അതിലേക്ക് കടുകും മുളകൊക്കെ വറുത്തിടാം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചോട്ടെ ഒന്നും കൂടി, പുളി വേവട്ടെ. അപ്പോഴേക്ക് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടിയിട്ട് പുറത്തേക്ക് തെറിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, അതൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ കടുക് മുഴുവനും പുറത്തേക്ക് തെറിച്ചാൽ നമ്മുടെ സ്റ്റൗമ്മയൊക്കെ നിറയെ വെളിച്ചെണ്ണയൊക്കെ ആവും. അപ്പോൾ ഇതിങ്ങനെ അടച്ചു വെച്ചാൽ മതി, പുറത്തേക്ക് പോവില്ല കടുക്. പൊട്ടൽ കഴിഞ്ഞു കടുകിൻ്റെ. ഇനി അതിലേക്ക് ഇത്തിരി ഉലുവയിട്ടു. മുളക്, ഒരു വറ്റൽ മുളക് പൊട്ടിച്ചിട്ടു. ഇനി ഓഫാക്കാം.
കറിവേപ്പില ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിക്കാം. ഒഴിച്ചു. അടിപൊളി കൂട്ടാനായിട്ടാ. ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ കുറച്ച് നേരം. പാത്രപ്പാകം ഇത്തിരി കഴിഞ്ഞ് തുറക്കാം കേട്ടോ. തുറന്ന് നമുക്ക് പകർത്താം. കുറച്ച് കഴിയട്ടെ. ഇപ്പോൾ കുറച്ച് നേരമായി. ഇപ്പോൾ നോക്കുക, അതിൻ്റെ ഉള്ളിൽ ഇതൊന്നും കൂടി കുറുകിയിട്ടത്. ഇനിയും വച്ചാൽ ഇനിയും കുറുകും, വെള്ളം വറ്റും. പകർത്തി വയ്ക്കാം നമുക്ക്. സൂപ്പർ കറിയാണ് കേട്ടോ ഇത്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടെന്നാ പറയാം. നമുക്ക് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിൽ ഇറക്കിയിട്ട് കൊണ്ടുപോകണം കേട്ടോ. എങ്ങനെയുണ്ട്? കുറേ നാളായി നമ്മൾ ഈ കൂട്ടാൻ കഴിച്ചിട്ട് കേട്ടോ. അതായത് നമ്മുടെ അന്ന് ഞാൻ മറന്നതാ. അതായത് ഇവിടെ ഇരിക്കുന്നത് നോക്കിയപ്പോൾ ഞാൻ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നാളികേരക്കറി, കൂർക്കയും കായും ഉപ്പേരി. കുറേ കാലമായി നമ്മൾ പുളിങ്കറി വെച്ചിട്ടില്ല. അതും ചീരത്തണ്ട് വെച്ചാൽ ചീരത്തണ്ട് കളയാം നമ്മൾ വിചാരിച്ച് കളയേണ്ട ആവശ്യമില്ല. പക്ഷെ വണ്ണം കൂടിയാണോണ്ടേ ഞങ്ങളതിനെ ഇങ്ങനെ വെച്ചതാട്ടോ. നല്ല സ്വാദാണ്. അല്ലേ? മുഖത്തെന്ത് സന്തോഷം അല്ലേ? കൂർക്കയുടെ കാലം കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് കൂർക്ക കിട്ടി. അങ്ങനെ ഇഷ്ടമായ? അപ്പോൾ ഇഷ്ടമായി. നിങ്ങൾ വെച്ച് നോക്കൂ കേട്ടോ. ചീര തന്നെ ഒന്ന് വെറുതെ കളയണ്ട. കുറേ ചീര കിട്ടുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ എടുത്ത് ഉപ്പേരി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ എടുത്തിട്ട് ഇതുപോലെ വെച്ച് നോക്കും. നമുക്കൊന്നും ഞാൻ കറി വയ്ക്കാൻ എന്നാൽ ആരും നിലവിളിക്കണ്ട. അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എന്ത് രസാദേവമേ, നല്ല സ്വാദാ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക.